കയ്യൊപ്പ്. ഒട്ടനവധി ഹിറ്റ് ചലച്ചിത്രങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച നിർമ്മാതാവാണ് സ്വർഗചിത്ര അപ്പച്ചൻ. അദ്ദേഹം ഫഹദ് റാസയുമായി തന്റെ സിനിമാ ജീവിതത്തിലെ വിശേഷങ്ങൾ പങ്കുവച്ചതിന്റെ ആദ്യ ഭാഗം ശ്രോതാക്കൾ കേട്ടിരിക്കുമല്ലോ. തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം. സ്വർഗചിത്ര വിതരണ കമ്പനി തുടങ്ങിയതിന് ശേഷം ഇൻഹരിയർ നഗർ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനുശേഷം പിന്നീട് വരുന്നത് ആരുടെ സിനിമയാണ്? ഫാസിൽ, എൻ്റെ സൂര്യപുത്രിക്ക്. ഓ, എങ്ങനെയാണ് അതിൻ്റെ ഒരു കഥ വരുന്നത്? അല്ല, ഫാസിൽ സാറിൻ്റെ കയ്യിൽ നേരത്തെ ഉള്ളൊരു കഥയാണ്. ഇൻഹരിയർ നടക്കുമ്പോൾ തന്നെ അത് സിദ്ദിഖ് ലാലാണല്ലോ. പാച്ചിക്ക് അത് മനസ്സിലിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഞാൻ പ്രൊഡ്യൂസറാന്ന് പറഞ്ഞ പുള്ളിക്കറിയാം. കാരണം അടുത്ത നമ്മുടെ നിർമ്മാണ കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വർഷം 3 സിനിമകളെങ്കിലും വേണം, എന്നാലേ നമുക്ക് ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഒക്കുള്ളൂ. ഓഫീസിൽ മാനേജർ, അസിസ്റ്റൻറ്റ് മാനേജർ, റെപ്രസെൻറ്റേറ്റീവ്, അവർക്ക് ജോലി കൊടുക്കണ്ടേ. പിന്നെ തിയേറ്ററുകാർക്ക് ഒരു ആണ്ടിൽ 3 പടം ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് അവർ അനുസരിക്കുള്ളൂ. ഒരാഴ്ച ഇപ്പോൾ പടം ഓടോറായി കഴിഞ്ഞാൽ 2 ആഴ്ച ഓടിക്കാന്ന് കമാൻഡ് ചെയ്യണമെങ്കിൽ അടുത്ത പടം വരുമല്ലേ. അപ്പോൾ അയാളെ പിണക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അയാൾ പിന്നെ അതിനുള്ളിലും വേറെ അതൊരു ബിസിനസ്സാണ്. അതായത് നമ്മളിപ്പോൾ ഇൻഹരിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഗുണം കിട്ടിയിട്ടില്ല. എൻ്റെ സൂര്യപുത്രി ഇറങ്ങിയ സൂപ്പർ ഹിറ്റ്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പപ്പയുടെ സ്വന്തം അപ്പൂസിൻ്റെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളും. കാരണം നമ്മൾ തിയേറ്ററിലേക്ക് ഇങ്ങനെ റെഗുലറായിട്ട് പടം കൊടുത്തുകൊണ്ടിരുന്നാൽ അവർ നമുക്ക് തിയേറ്റർ അഡ്വാൻസ് തരും. വിഷുവിനൊരു April 14 പടം നമ്മളുണ്ട് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏപ്രിൽ ആദ്യത്തെ ആഴ്ച അല്ലെങ്കിൽ മാർച്ച് അവസാനമാകുമ്പോഴത്തേക്ക് നമുക്കൊരു പൈസ അവിടുന്ന് അഡ്വാൻസ് മേടിക്കാം, ഒരു എഗ്രിമെൻറ്റ് കൊടുത്തിട്ട് ഈ പടം നിങ്ങൾക്ക് തരികയാണ്. അപ്പം എഗ്രിമെൻറ്റ് കൊടുക്കുമ്പോൾ ആ തിയേറ്റർക്ക് ആ പടം കിട്ടുമല്ലോ അവരെ സംബന്ധിച്ചിട്ട്. നമുക്കൊരു അന്നൊക്കെ അഡ്വാൻസ് കിട്ടില്ല, നമുക്കിവിടെ പ്രൊഡക്ഷനുള്ള പൈസ വന്നില്ലേ. സിനിമ കളിക്കുമ്പോൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്തോളും, സൂര്യപുത്രി കളിക്കുമ്പോൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ പപ്പയുടെ അപ്പൂസിൻ്റെ ഷൂട്ടിംഗ് ഇവിടെ നടക്കുകയല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, അവരോട് പറയും നിങ്ങൾ ആ തന്ന അഡ്വാൻസ് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട, ഈ പടം വരുവാണ്. അപ്പോൾ അവരും ശരിയാണ്, നമുക്കൊരു മമ്മൂട്ടിയുടെ പടം വരുമല്ലേ. പിന്നെ കുറച്ച് ലക്കി ഉണ്ടല്ലോ കമ്പനിക്ക്, വിടണ്ട അപ്പോൾ അവർ നമ്മളെ ഒഴിവാക്കൂല. നമ്മൾ പറയുന്ന അതുവരെ ഓടിച്ചു തരും. ഓട്ടോമാറ്റിക്കലി അവർക്കും നമ്മളൊരു ഇഷ്ടം വരും, ഒരു ബിസിനസ്സിൽ ഒരു ഹാർമണി കിട്ടും. നമ്മളെ കൊണ്ട് ഒരു തിയേറ്ററുകാരന് പൈസ കിട്ടിയാൽ അവർ നമ്മൾ ഉപേക്ഷിക്കുകയില്ല. അപ്പോൾ അവർ നമ്മൾ ചോദിക്കും, അവർക്ക് ഈ പൈസ തിയേറ്ററും റൺ ചെയ്യണമല്ലോ, 2 പേർക്കും പരസ്പരമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ സിനിമയാണ് എൻ്റെ സൂര്യപുത്രിക്ക് സൂപ്പർ ഹിറ്റായിരുന്നു. അതെല്ലാം തോന്നുന്നു അമല വന്നു, അതുപോലെ ഇളയരാജ അതെ ശ്രീവിദ്യ ഇളയരാജ സാറിനെ പരിചയപ്പെടുന്ന ഇളയരാജ പാടുന്ന പാട്ടുകളൊക്കെ സൂപ്പർ ഹിറ്റാണ്. മലയാളത്തിൽ അതുവരെ ഫാസിൽ സാർ ചെയ്ത സിനിമകളിലൊക്കെ ജെറി അമൽദേവ് ആയിരുന്നു കുറേ എണ്ണത്തിൽ സംഗീതം ചെയ്തത്. പക്ഷേ പിന്നീട് ഇളയരാജയിലേക്ക് മലയാളത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിനുള്ള ചർച്ച എങ്ങനെയാണ് വരുന്നത്? അതായത് ഈ നോക്കത്താ ദൂരത്ത് തമിഴിൽ ഫാസാർ ചെയ്തായിരുന്നു. നോക്കത്താ ദൂരത്ത് തമിഴ് റീമേക്ക് ചെയ്തായിരുന്നു. നാമതേ പഞ്ചാടനായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ. അതിൻ്റെ തമിഴിൽ ജെറി അമൽദേവ് ഇല്ലല്ലോ, തമിഴിൽ ഇളയരാജയായിരുന്നു അതിൻ്റെ മ്യൂസിക്. അപ്പോൾ അന്ന് ഫാസിൽ സാറും ഇളയരാജയായിട്ടൊരു ബന്ധം പരിചയം വന്ന ഒരു ബന്ധവും വന്നു. പിന്നെ എൻ്റെ സൂര്യപുത്രിക്ക് എന്നുള്ള സിനിമ ഒരേ സമയം 2 ഭാഷയിലാണ് ചെയ്യുന്നത്. അതായത് എൻ്റെ സൂര്യപുത്രിക്ക് മലയാളത്തിൽ ഇവിടെ ചെയ്യുന്നു, ആ ഒരു ഷോട്ട് എടുത്തിട്ട് അടുത്ത ഷോട്ട് തമിഴിൽ, 2ലും അമല നായിക. അമല എല്ലായിടത്തും അറിയാം. അമലനെ പുതുതായിട്ട് നമ്മൾ കൊണ്ടുവരിക. മലയാളത്തിൽ സുരേഷ് ഗോപി നായകൻ, തമിഴിൽ രാജ എന്ന് പറയുന്ന ഒരു ഹീറോ ഉണ്ട്, തമിഴ് രാജ. അപ്പോൾ 2ൻ്റെ ഡയറക്ടർ, തമിഴിൻ്റെ പ്രൊഡ്യൂസർ ഇളയരാജ സ്വന്തമായിട്ടൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ഫാസിൽ സാർ. തമിഴ് രാജ, അതിൻ്റെ പേര് കർപ്പൂരമുല്ലൈ. ഒരേ സമയം 2 ഭാഷയിലാണ് ആ സിനിമ ഷൂട്ടിംഗ് നടക്കുന്നത്. ഒരേ ക്യാമറമാൻ. സുരേഷ് ഗോപിയും അമലയും കൂടെ ഒരു ഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ആ ഷോട്ട് ഓക്കെ, സുരേഷ് ഗോപി മറന്നു, രാജ അതേ കോസ്റ്റ്യൂമിൽ അവിടെ നിൽക്കണു, അതേ ലൊക്കേഷൻ. തിരുവനന്തപുരം, നാഗർകോവിലും, കന്യാകുമാരി. അതിൽ ശ്രീവിദ്യ തമിഴ്, തെലുങ്ക്, കന്നഡ ഒക്കെ അറിയുന്ന നടിയല്ലേ. പിന്നെ ഒരു യൂണിവേഴ്സൽ കഥയല്ലേ. പിന്നെ ചെറിയ ആർട്ടിസ്റ്റുകളാണ്, അങ്ങോട്ട് മാറേണ്ട ആർട്ടിസ്റ്റ് മറന്നുള്ളൂ. ഒരേ സോങ്ങാണ്. തമിഴിൽ ട്യൂണൊന്നും തന്നെ ലിറിക്സ് മാത്രം മാറ്റിയാൽ മതിയല്ലോ. അപ്പോൾ സിനിമയെല്ലാം വന്ന് ഡബ്ബിങ് എല്ലാം കഴിഞ്ഞിട്ട് പ്രിവ്യൂ കണ്ടപ്പോൾ ആനന്ദക്കുട്ടൻ ക്യാമറ എന്നെക്കാളും ഒരു വയസ്സ് കുറവാണ്. ഞാൻ പുള്ളി കുട്ടേട്ടാന്ന് വിളിക്കുക. കുട്ടേട്ടൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ഇത് തമിഴിൽ സൂപ്പർ ഹിറ്റായിരിക്കും കേട്ടോ, മലയാളത്തിൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ചോദിച്ചാൽ അതൊന്നും വർത്താനം നിങ്ങൾ പറയണത്, മലയാളം എൻ്റെ സിനിമയല്ലേ. എന്നോട് അല്ല, ഞാൻ 2 കോപ്പിയും കണ്ടു, കോപ്പിയൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളി പറയാം തമിഴിൽ അസാധ്യമായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്.
ഞാൻ പറയാം അതെന്താ തമിഴിൽ വർക്കൗട്ട്? ആ പുള്ളി പറയുന്നത് അതിൻ്റെ പാട്ടും കാര്യങ്ങളും രാജാ സാറിൻ്റെ റീ റെക്കോർഡിങ്ങും എല്ലാം അതേ സെയിം റീ റെക്കോർഡിംഗ് ആണ് ഇതിലെന്ന് ഓർക്കണം. എന്ത് വേണ്ടി ഇവിടെ സിനിമ ചെയ്യുന്നു, മലയാളത്തിൽ സൂപ്പർ ഹിറ്റ്, ഭയങ്കര ഒപ്പീനിയൻ, ഭയങ്കര തമിഴ്നാട്ടിൽ ഓടിയില്ല പടം, ഫ്ലോപ്പ്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അതിന് ഉത്തരം പറയാൻ പറ്റുന്നില്ല. ചിലപ്പോഴൊക്കെ ഇതുപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള തോൽവികൾ ഉണ്ടാവാറുണ്ട് അല്ലേ? നമ്മളെ ഒരു പ്രവചനത്തിനൊക്കെ അതീതമായിട്ട് വിജയങ്ങളും പരാജയങ്ങളും. ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ട്. പരാജയവും ജയവും ബിയോണ്ട് അവർ കൺട്രോൾ എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഇപ്പോൾ താങ്കളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ സിനിമ നിർമ്മാതാവ്, വിതരണക്കാരൻ എന്നതിനേക്കാളൊക്കെ അല്ലാത്ത രീതിയിലും വ്യവസായി കൂടിയാണല്ലോ. ഇപ്പോൾ ഇതിനോട് പാരലായിട്ട് വ്യാവസായികമായിട്ട് എങ്ങനെയായിരുന്നു മറ്റ് മേഖലകളിലേക്കൊക്കെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിരുന്നോ ഈ ഒരു കാലഘട്ടത്തിൽ? അതായത് നമുക്കിങ്ങനെ പൈസ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ വരുമല്ലോ. മണിമുത്തുരാജ് കഴിഞ്ഞു, റാംജനം കഴിഞ്ഞു, ഇനി കരികറികളിൽ നമുക്ക് ലാഭം കിട്ടി, എൻ്റെ സൂര്യപുത്രി ലാഭം കിട്ടി. കഴിഞ്ഞ് സിനിമകൾ വരുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഈ പൈസ വരുമ്പോൾ നമ്മളെന്താ നമ്മുടെ നാട്ടിൽ സാധാരണ മനുഷ്യർ ചെയ്യുന്ന പോലെ ഞാനും സ്ഥലങ്ങൾ വാങ്ങി വെക്കുക എന്നുള്ളതായിരുന്നു. പൈസ നമ്മൾ കളയാണ്ട് സൂക്ഷിക്കണമല്ലോ, അത്രയേ ഉള്ളൂ. അതിൽ ചെറിയ സ്ഥലം വാങ്ങും, ലാഭം കിട്ടിയാൽ അത് വിൽക്കും. അത് വിറ്റിട്ട് അങ്ങനെ ഞാൻ പിന്നെ ചെയ്തതാണ്. നമുക്ക് കോഴിക്കോടിന് അഭിമാനിക്കാവുന്നതാണ്. ഈ ഫോക്കസ് മാൾ ഇരിക്കുന്ന സ്ഥലം പഴയ കോഴിക്കോട്ടുകാർക്ക് ഓർമ്മയുണ്ടാവും. അവർ കോർപ്പറേഷൻ്റെ കക്കൂസായിരുന്നു അത് ഞാൻ വാങ്ങിച്ചതാണ്. അതൊരു വകുപ്പോടിൻ്റെ ഭൂമിയായിരുന്നു. അവരോടൊക്കെ വകുപ്പിൽ പൈസ അടച്ച് പൂജിൻ്റെ തറവാട് എന്ന് പറയുന്നത് വാങ്ങിച്ച് അവിടെ നമ്മളൊരു ഷോപ്പിംഗ് മാൾ ഉണ്ടാക്കി. അന്ന് സുലൈമാൻ ഈ കൺസ്ട്രക്ഷൻ രംഗത്തേക്ക് ഹൈലൈറ്റിൻ്റെ സുലൈമാൻ അദ്ദേഹം ഞാനിവിടെ ചേർന്നിട്ട് അവിടെ കേരളത്തിലെ ആദ്യത്തെ ഷോപ്പിംഗ് മാൾ ഫോക്കസ് മാൾ താങ്കൾ ആരംഭിച്ചു ഉണ്ടാക്കിയതാണ്. ഞാനും സുലൈമാനും കൂടെ ചേർന്നിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ അത് ഞങ്ങളത് സുലൈമാനും വിറ്റു, ഞാനും വിറ്റു, ഓരോരുത്തർക്കും അങ്ങനെ. അത് കഴിഞ്ഞ് പിന്നെ അത് വിറ്റ് പൈസ ഇട്ട് നമ്മൾ ബ്ലൂ ഡയമണ്ട് മേടിച്ചു എന്നല്ലേ ഉള്ളൂ. ബ്ലൂ ഡയമണ്ട് മേടിച്ച് അവിടെ ഒരു ഷോപ്പിംഗ് മാൾ കിട്ടി. അത് പണി മുക്കാൽ ഭാഗമായപ്പോൾ നമ്മൾ രവിപ്പിള്ളയ്ക്ക് കൊടുത്തല്ലോ. അത് ഈ സിനിമാ മേഖലയിൽ എൻ്റെ സൂര്യപുത്രിക്ക് ശേഷം വരുന്നത് പിന്നീട് പപ്പയുടെ സന്താപ്പൂസ്, ഇവിടെ കയസ്, അതും ഈ പറഞ്ഞ പോലെ വളരെ ഭയങ്കര ഹിറ്റല്ലായിരുന്നു. പിന്നെ ഇളയരാജ മ്യൂസിക്, ഇളയരാജയെ പറ്റിയൊക്കെ പറഞ്ഞ ജീനിയസ് മനുഷ്യനാണ് കേട്ടോ. അയ്യോ, അങ്ങനെയുടെയൊക്കെ കൂട്ടത്തിലിരുന്ന് ഇങ്ങനെ പാട്ട് കമ്പോസ് ചെയ്യുന്നതും അത് റെക്കോർഡ് ചെയ്യുന്നതും അതൊക്കെ ജീവിതത്തിൽ ഏറ്റവും കിട്ടുന്നൊരു ഭാഗ്യ അനുഭവങ്ങൾ. അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. പുള്ളി ഒരു ട്യൂൺ ഉണ്ടാക്കുന്നതും അതിനൊക്കെ സാക്ഷിയായിട്ടുണ്ട്. പിന്നെ ട്യൂൺ ഉണ്ടാക്കുമ്പോൾ അത് ഒരു ഗുണം വെച്ച് കഴിഞ്ഞാൽ ഫാസിൽ സാർ എപ്പോൾ പോയാലും എന്നെ കൂട്ടിയിട്ടേ പോകുള്ളൂ. ഞങ്ങൾ മദ്രാസിൽ ഫാസിൽ സാറിൻ്റെ വീട്ടിൽ തന്നെ താമസിക്കുക. പുള്ളിക്ക് ഒരാൾ വേണം കൂട്ടത്തിൽ എപ്പോഴും. ഞാൻ പുള്ളിയുടെ ഒരു സുഹൃത്തായിട്ട് നിൽക്കുള്ളൂ. അതേസമയം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും, എൻ്റെ അഭിപ്രായം കേൾക്കും. എന്നാലും എൻ്റെ അഭിപ്രായം പോലെ ചെയ്തോണമെന്നില്ല, പുള്ളിയുടെ അഭിപ്രായം പോലെ ചെയ്യുള്ളൂ. അതിനെനിക്ക് വിരോധമില്ല. അങ്ങനെ പുള്ളിയുടെ അഭിപ്രായം പോലെ ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് സന്തോഷം തന്നെ. ഇപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ലോസ് വന്നാലേ ഞാനത് സന്തോഷമായിട്ട് എടുക്കുള്ളൂ. ഇപ്പോൾ ഈ പപ്പയുടെ സ്വന്തം അപ്പൂസ് പറഞ്ഞല്ലോ, അതിൽ പക്ഷെ ടൈറ്റിലിൽ താങ്കളുടെ പേരല്ല നിർമ്മാതാവ്, കയസാണ്. കയസിനെ വെച്ചിരുന്ന കയസും ഫാസിൽ സാറും ഉണ്ട്. സ്വർഗത്തിൽ റിലീസല്ലേ? നമ്മളാണ് ഫുൾ ഫൈനാൻസും കാര്യങ്ങളും ഒക്കെ. അദ്ദേഹത്തിന്റെ സഹോദരനാണ്. അത് ഇൻഹരിയറും കയസാണല്ലോ. ഈ അദ്ദേഹം ചെയ്യുന്ന സിനിമകൾ, ഫാസിൽ സാർ ചെയ്യുന്ന എല്ലാ സിനിമകളെയും നമ്മൾ എടുത്തു നോക്കുമ്പോൾ കുടുംബ പ്രേക്ഷകരെ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടാണ്. നേരെ മറിച്ച് സിദ്ദിഖ് ലാൽ ചെയ്യുന്നത് കുടുംബ പ്രേക്ഷകരെ ആണെങ്കിൽ കൂടി അതിന് കോമഡി, ഇമോഷണൽ ഫാമിലി അറ്റാച്ച്മെന്റ് ബന്ധമാണ്. ഇതാണ് അതാണ് ഞാൻ പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ്. ഫാസിൽ എപ്പോഴും ഒരു ഉള്ളുവിങ്കലിന്റെ സിനിമകളാണ്, മറ്റേ ചിരിച്ചു മറിയുന്ന സിനിമകളാണ്. എന്നിട്ട് അവസാനം ചെറിയൊരു സെന്റിയിൽ കൊണ്ടുപോയി നിർത്തും അവരുടേത്. താങ്കൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാ? രണ്ടും ഇഷ്ടം. ഒരേപോലത്തെ അല്ലല്ലോ, ഇതൊരു വേറെ രീതിയിലുള്ള സിനിമകളല്ലേ. ഇഷ്ടമല്ലാത്ത സിനിമകളുണ്ട്. ഇപ്പോൾ തോക്കെടുത്തിട്ട് ഇങ്ങനെ നിര വെടിവെക്കുന്ന സിനിമ എനിക്ക് ഇഷ്ടമല്ല. കംപ്ലീറ്റ് തോക്കല്ലേ. അപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ മാർക്കറ്റിന് വേണ്ടത് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് വേണ്ടത് ആ സിനിമയാണ് എന്നുണ്ടെങ്കിൽ ഒരു നിർമ്മാതാവ് എന്ന രീതിയിൽ താങ്കൾ അതിന് പണം മുടക്കാൻ തയ്യാറല്ല എന്നാണോ? അത് ആ കഥ കേട്ടാൽ മാത്രമേ വരുള്ളൂ. ആവശ്യത്തിന് തോക്കെടുക്കാൻ പാടില്ല എന്നല്ല പറയുക. ആ സബ്ജക്റ്റ് എങ്ങനെയെന്നൊരു ഡയറക്ടർ ഒന്ന് പറയുമ്പോൾ, ആ ഡയറക്ടറെ കൺവിൻസ് ചെയ്തിരിക്കുന്നു പറയുമ്പോൾ മാത്രമേ അതുള്ളൂ. ഒരു സിനിമയിൽ തോക്കെടുക്കുന്നത് തെറ്റായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അതിനുള്ള കാരണം വേണ്ടേ? തോക്കെടുക്കാൻ വേണ്ടി കാരണം ഉണ്ടാക്കലല്ലോ. അതെ അതെ. പപ്പയുടെ സ്വന്തം അപ്പൂസ് എങ്ങനെയായിരുന്നു തിയേറ്ററിൽ? സൂപ്പർ ഹിറ്റ് അല്ലേ? സൂപ്പർ ഹിറ്റ് ആയിരുന്നു. സൂപ്പർ ഹിറ്റ്. അതിനുശേഷം പിന്നീട് ഏതാണ് വരുന്നത്? മണിച്ചിത്രത്താഴ്. അപ്പോൾ എല്ലാം ക്ലാസിക്കുകളാണ് ഓരോന്നും വരുന്നത് അല്ലേ? ഞാൻ സ്വന്തം ചെയ്ത് പാടില്ല. 366 ദിവസമല്ലേ. അതിന്റെ തിരക്കഥ പക്ഷേ വളരെ നമുക്കറിയാവുന്ന പോലെ
ഇന്നും പ്രസക്തമാണ്. അന്നത് ചെയ്യുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു തിരക്കഥയാണല്ലോ. അപ്പോൾ അതിനൊക്കെ ഒരുപാട് സമയം എടുത്തിരുന്നു. അത് 3 വർഷം എടുത്തിട്ടാണ് ഈ മധുമുട്ടും ഫാസിൽ സാറും കൂടെ എഴുതണം. ഈ മധുമുട്ടും ആദ്യം ഫാസിൽ സാറിൻ്റെ വരുന്ന ചാത്തനേർ എന്ന് പറയുന്നൊരു ചെറിയൊരു സബ്ജക്റ്റ് വാരികയിൽ എന്താ പുള്ളി എഴുതിയാന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കഥയായിട്ടാണ് ഇവിടെ വരുന്നത്. അത് ഈ മധുമുട്ടത്തിനെ ആലപ്പുഴ പ്രദേശ് ലോഡ്ജിൽ 14 നമ്പർ റൂമിൽ 3 വർഷം താമസിപ്പിച്ചു ഞങ്ങൾ. അതായത് ഈ കഥ പുള്ളി അങ്ങനെ ഇരുന്ന് എഴുതും. ഈ പപ്പയുടെ അപ്പൂസിൻ്റെ ഒക്കെ ഷൂട്ടിംഗ് നടക്കാണല്ലോ, അതിന് മുമ്പ് ഉണ്ടല്ലോ. പുള്ളി ഇങ്ങനെ വരുന്നു. പുള്ളി ഒരു സാധു മനുഷ്യനാണ്. വളരെ ചുരുങ്ങിയ ആവശ്യങ്ങളേ ഉള്ളൂ. പുള്ളി ആ റൂമിൽ വന്നിരിക്കും. ആ റൂമിന് എത്ര 15 രൂപ 20 രൂപയൊക്കെ വാടകയുള്ളൂ. അല്ലാണ്ട് വലിയ അന്ന് ഭക്ഷണം താഴെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കും. പുള്ളി അവിടെ രാവിലെ വരും, രാത്രി ചില ദിവസം വീട്ടിൽ പോകും. പുള്ളിക്കൊരു അമ്മ മാത്രമേ ഉള്ളൂ, കല്യാണം കഴിച്ചില്ല. അവിടെ കുറച്ച് ദൂരെ ബസ്സൊക്കെ കയറി അവിടെ പോകും. ചിലപ്പോൾ പിറ്റേ ദിവസം വരില്ല, പക്ഷേ റൂം അവിടെ ഇട്ടേക്കും. പുള്ളി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും കുറിച്ച് വെക്കും. വരും, ഫാസാറും വായിച്ച് കേട്ടിട്ട് ആ കള്ളാച്ചിലിട്ടിട്ട് അത് ദൂരോട്ട് കളയും, ശരിയായിട്ടില്ല എന്ന് പറയും. അങ്ങനെ 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 ഉണ്ടാക്കിയെടുത്ത ഒരു കഥയാണ്. ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ അഗാധങ്ങളിലേക്ക് ഇറക്കി ചെന്ന് കണ്ടുപിടിക്കേണ്ട ഒരു സബ്ജക്റ്റ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ആ കോംപ്ലിക്കേറ്റഡ് ആദ്യം സിനിമ കാണുന്നതിന് മനസ്സിലാകാത്തത് കാരണമാണല്ലോ രണ്ടാമത് വന്നിട്ടും തിയേറ്റർ ഫുള്ളായിട്ട് ഓടിയില്ല ആ സിനിമ. കണ്ടവർക്ക് വീണ്ടും കാണുന്നുണ്ടല്ലോ. ടി വിയിൽ ഡെയിലി വരുന്നുണ്ട്. ഡെയിലി നല്ല ആഴ്ചയിൽ ഒരിക്കലും ഏഷ്യാനെറ്റ് വരെ അത് ഇടും. റിലീസ് വന്നു, സൂപ്പർ ഹിറ്റ് അല്ലേ. റിലീസും സക്സസ് ആയില്ലേ. റിലീസ് ഏറ്റവും കൂടി ഓടിയ സിനിമ അതല്ലേ, ആൾക്കാർക്ക് ഇത് അല്ലേ. അതേപോലെ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സിനിമ കാണാം, OTT സിനിമ കൂടെ ഉണ്ട്. എന്നിട്ട് അതെന്താ മാറാത്ത അതിൻ്റെ സബ്ജക്റ്റിൻ്റെ. പിന്നെ സബ്ജക്റ്റ് നമ്മൾ പറയുമ്പോൾ ആ കോമ്പിനേഷൻ അങ്ങ് വർക്കൗട്ടായി. എന്നാലും ഞാൻ പറയുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സിനിമ എന്താണ് ഇത്രമാത്രം അന്തം വിട്ട് ഓടിയെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ചിലത് പരാജയപ്പെട്ടതിൻ്റെ കാര്യം എന്താണെന്ന് എന്നോട് അറിയത്തില്ല എന്ന് അങ്ങ് ചോദിച്ചില്ലേ. ഞാൻ പറഞ്ഞില്ലേ എന്താണ് അതെനിക്കറിയില്ല. ബിയോണ്ട് അവർ കൺട്രോൾ ഇതെന്താണ് ഇത്ര അതിലുണ്ട്. എന്നാലും കാഴ്ചക്കാർക്ക് ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു. ഞാൻ തന്നെ ഈ രണ്ടാമത് വന്നപ്പോൾ തിയേറ്ററിൽ ഇരുന്ന് ഓടിയതിൻ്റെ കൂടെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് സിനിമ കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. ഇതിവൃത്ത് എന്നും പ്രസക്തമാണ്, പുതിയതാണല്ലോ. മനുഷ്യൻ്റെ മനസ്സിൻ്റെ കാര്യം മനസ്സുള്ളിടത്തോളം കാലം പുതിയതല്ലേ. ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ അതിൻ്റെ അടിയിൽ കൂടെ പോകുന്നുണ്ടല്ലോ. പിന്നെ നല്ല തമാശ രീതിയിൽ പറഞ്ഞു ഒപ്പിച്ചു. പിന്നെ എല്ലാത്തിനും ഒരു അതിൽ അഭിനയിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ സമ്മതിക്കുക. അങ്ങനത്തെ ആർട്ടിസ്റ്റുകൾ ഇനി കിട്ടുമെന്ന് എനിക്ക് സംശയം. നെടുവേണി ചേട്ടൻ, KPCL ചേച്ചി, ഇന്നസെൻ്റ് ചേട്ടൻ, ദിലവൻ ചേട്ടൻ, കുതിരോട്ടം പപ്പു ചേട്ടൻ, ഈ പറയുന്നവരൊക്കെ എന്ത് ജാതിയാണ് കാഴ്ചവെച്ചിരിക്കുന്ന കുറച്ചേ ഉള്ളെങ്കിൽ പോലും. ഫാസിലിന്റെ അതിന് തൊട്ട് മുൻപൊക്കെ വന്ന സിനിമകളിൽ മമ്മൂട്ടി ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്ന് ഇപ്പോൾ മോഹൻലാലിലേക്ക് ആ കാസ്റ്റ് വരാനുള്ള ഒരു കാരണം എന്താ? അത് വരാൻ വെച്ചാൽ ആ കഥ വരുമ്പോൾ ഒരു വട്ടൻ ഡോക്ടറല്ലേ. ബട്ടൺ ഡോക്ടറായിട്ട് മോഹൻലാലാണല്ലോ. കറക്റ്റ് കാസ്റ്റിംഗ് കറക്റ്റ് മോഹൻലാലല്ലേ. മമ്മൂക്ക ചെയ്യുമായിരിക്കും, പക്ഷെ മമ്മൂക്ക ചെയ്യുന്നതിലും മമ്മൂക്കയ്ക്ക് അങ്ങനത്തെ ഈ കോമാളിത്തരം അങ്ങനെ തരംതാന്ന് കാണിക്കുന്ന സ്റ്റൈലല്ലല്ലോ. പ്രത്യേകിച്ചും ആ കാലത്ത് അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ഏറ്റവും കൂടുതൽ പ്രശംസിക്കപ്പെട്ടത് ശോഭനയുടെ പെർഫോമൻസ് തന്നെ. ശോഭനയ്ക്ക് നാഷണൽ അവാർഡല്ലേ. ശോഭന എത്രയോ സിനിമയിൽ ഇതുവരെ അഭിനയിച്ചിരിക്കുന്നു. ശോഭനയ്ക്ക് ഒരൊറ്റ നാഷണൽ അവാർഡാണ്, മണിച്ചിത്രത്താഴ്. ശോഭന എന്ന് പറയുമ്പോൾ നാഗവല്ലിനല്ലേ, വിടമാട്ടൻ, അതല്ലേ ആൾക്കാർ ചിന്തിക്കുന്നത്. എത്ര നല്ല നടിയാ. എത്രയോ മലയാള നല്ല സിനിമയ്ക്ക് വേണ്ടി തമിഴിൽ, തെലുങ്കിൽ, കന്നഡയിലൊക്കെ അഭിനയിച്ച് ഭയങ്കര ആക്ട്രസ്സാണ്. അതിലെന്തുകൊണ്ടാണ് മണിച്ചിത്രത്താഴിലെ നാഗവല്ലിക്ക് അവാർഡ് കിട്ടാൻ കാരണം? ആ ക്യാരക്ടർ അങ്ങനെ വന്നിട്ടല്ലേ. അതെ. ഇപ്പോൾ നേരത്തെ റാംജി റാവു സ്പീക്കിങ്ങിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, സിദ്ദിഖ് ലാൽ ആ കഥ പറഞ്ഞപ്പോൾ തന്നെ അത് ഹിറ്റാവാൻ സാധ്യതയുണ്ടെന്ന് അപ്പച്ചന് തോന്നിയെന്നാണല്ലോ പറഞ്ഞത്. ഈ മണിച്ചിത്രത്താഴ് 3 വർഷത്തോളം മധുമുട്ടം ഒരു റൂമിലിരുന്ന് എഴുതുന്നു, ഫാസിൽ സാർ വരുന്നു, അത് കീറികളയുന്നു, പിന്നീട് എഴുതുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് അവസാനം ഫൈനൽ ആവുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, ഇത് ചെയ്യാം എന്ന് പറയുന്ന ആ ഒരു സമയത്ത് എന്തായിരുന്നു തോന്നിയത്? ഇത് ആളുകൾ സ്വീകരിക്കുമെന്ന് തോന്നിയിരുന്നോ? കാരണം ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, സീരിയസ് ആണ്, എന്നാൽ തമാശയുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു കഥ തിയേറ്ററിൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ. ഫുൾ സ്ക്രിപ്റ്റ് ആയി കഴിഞ്ഞ് ഷൂട്ടിങ്ങിന് പോകുമ്പോൾ കുഴപ്പം വരാത്ത ഒരു സിനിമയായിരിക്കും. ഞാനിത് വളരെ സത്യസന്ധമായിട്ടാണ് പറയുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റിയ ഒരു ആയിരിക്കും എന്നുള്ളൊരു തോന്നലേ ഉള്ളൂ. അതായത് പാസ് മാർക്ക് കിട്ടേണ്ടതാണ് എന്നൊരു സാധനം മാത്രമേ കിടപ്പുള്ളൂ. ഷൂട്ടിംഗ് കഴിഞ്ഞ് ഫസ്റ്റ് കോപ്പി കണ്ടു കഴിഞ്ഞപ്പോഴും ദൈവമേ രക്ഷപ്പെടുമായിരിക്കും, രക്ഷപ്പെടേണ്ട ഒരു സിനിമയാണല്ലോ, ദൈവമേ രക്ഷപ്പെടുത്തണേ എന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ. ഇത്രമാത്രം ഓടും എന്ന് സിനിമ ഇറങ്ങി 2 ആഴ്ച കഴിയുമ്പോഴും എനിക്ക് തോന്നിയിട്ടില്ല. 100 ദിവസം കഴിഞ്ഞപ്പോഴും 365 ദിവസം ഓടുന്നു തോന്നിയിട്ടില്ല. 366 ദിവസം ഓടി അന്നേ എനിക്ക് തോന്നിയുള്ളൂ ഇത് 366 ദിവസം ഓടിയല്ലോ. കാരണം ഇത് പറയാൻ പറ്റുന്നില്ല. ഒരു തിയേറ്ററുകാരും അങ്ങനെ വിചാരിച്ചു. തിരുവനന്തപുരം ശ്രീകുമാർ തിയേറ്ററിൽ മുരുകൻ മുതലാളി എന്ന് പറയുന്ന ആളാണ് മുതലാളി പറഞ്ഞത്, അപ്പച്ചൻ എന്ത് മന്ത്രവാദം ചെയ്തിരിക്കുന്നത്. 3 മണിക്ക് മാറ്റിനെയാണ്, 2:30 മണിക്ക് കോമ്പൗണ്ടിൽ ആരെയും ഞാൻ കാണുന്നില്ല. 3 മണിക്ക് മാറ്റിനെ തുടങ്ങും, 2:45 കോമ്പൗണ്ട് നിറച്ച് പെണ്ണുങ്ങൾ, ആണുങ്ങൾ, ഇത് എവിടെ നിന്ന് വരുന്നത്, എന്ത് മന്ത്രമാണ് അപ്പം ചെയ്ത് എന്നോട് നേരിട്ട് ചോദിച്ചിരിക്കുന്നതാണ്. എനിക്കറിയത്തില്ല. 90 പ്രാവശ്യം ഈ സിനിമ ഞാൻ കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് കൊല്ലത്തുനിന്ന് ഒരു പ്രേക്ഷകൻ എനിക്ക് ടിക്കറ്റിൻ്റെ കൗണ്ടർ പോയിട്ട് എനിക്ക് കത്തയച്ചിരുന്നു. ആ സമയത്ത്
ഫാസിൽ സാർ പറഞ്ഞു കേട്ടോ ഇത് നാഷണൽ അവാർഡ് അയക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണത് ആ ക്രിസ്മസിന് ചെയ്യിക്കേണ്ടത്. ഇതറിയാവുന്ന ഇതിങ്ങനെ ഓടുമെന്ന് അറിയാവുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഫാസിൽ സാറിനെ അറിയാൻ പാടുള്ളൂ. അദ്ദേഹം മാത്രമായിരിക്കും ആയിരിക്കാം. അതാ കാൽക്കുലേഷൻ ആണ് അല്ലേ? അദ്ദേഹത്തിൻ്റെ തലയിലിരിക്കുന്ന ആണല്ലോ അത്. അതൊരു ചെറിയ ത്രെഡ് കൊണ്ട് വന്നല്ലേ, അദ്ദേഹത്തിന് മാത്രമേ അറിവുള്ളായിരിക്കും. ഞാനിപ്പോൾ വളരെ ഓപ്പണായിട്ടാണ് പറയുന്നത്. ഇതിപ്പോൾ 100 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് 200 ദിവസം 200 കഴിഞ്ഞിട്ടുണ്ട് 300 വരാൻ, 300 കഴിഞ്ഞിട്ടുണ്ട് 366 വരാൻ, ഒരു ദിവസം കഴിഞ്ഞ് നാളത്തെ പോകണം. 2 ദിവസം അടുപ്പിച്ച് പടം ഓടോറാണ് തിയേറ്ററുകാർ നിർത്തും, അല്ലെ ടേംസ് മാറ്റും. ഇത് മാറാതെ 366 ദിവസം കൊണ്ടുപോകണ്ടേ? 300 ദിവസവും 300 ശിഷ്ടം ദിവസം കഴിഞ്ഞപ്പോഴാണ് ഓൾഡ് ഓവർ ടച്ച് ചെയ്യുന്നത്. അതായത് ഓൾഡ് ഓവർ പറഞ്ഞാൽ മിനിമം വേണ്ട 3 ഷോയ്ക്കും കൂടി ഒരു ഷോയുടെ ഹൗസ്ഫുൾ കളക്ഷൻ വരണം. അതാണ് ഓൾഡ് ഓവർ എന്ന് പറയുന്നത് തിയേറ്ററിൻ്റെ. അതൊക്കെ ഫിക്സഡ് ടൈംസാണ്. ഒരു 3 ഷോ കളിക്കുമ്പോൾ ഒരു ഷോയുടെ ഹൗസ്ഫുൾ ഓഡിയൻ വരണം, അല്ലെങ്കിൽ ടൈംസ് കുറേ ഓൾഡ് ഓവർ ആവും. അതിനൊക്കെ എത്രയോ നേരത്തെ നിൽക്കുക. പടത്തിൽ നിന്ന് ഒരു 60% ഒരിക്കലും കുറയണില്ലല്ലോ. താങ്കൾ എത്ര വട്ടം കണ്ടു സിനിമ തിയേറ്ററിൽ? കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. കാരണം നമ്മളിങ്ങനെ സന്തോഷം കൊണ്ട് പോയിരിക്കുമല്ലോ നേരം കിട്ടുമ്പോൾ. അതിൻ്റെ ലൊക്കേഷൻ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ഹിൽ പാലസ്. അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷൻ തീരുമാനിക്കുന്നത് പറഞ്ഞാൽ അത് വലിയ കഥയാണ്. ഫുൾ സ്ക്രിപ്റ്റ് ഈ റെഡിയാക്കി ബൈൻഡ് ചെയ്ത് വെച്ചു, ഫാസിൽ സാറിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഒരു നവംബർ മാസം 1-ാം തീയതിയാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. പാച്ചിക്കായി നിർബന്ധമാണ് ഇത് ഈ വർഷത്തെ നാഷണൽ അവാർഡിന് ഇത് അയക്കണം അപ്പച്ചൻ എന്നോട് പറഞ്ഞു. അതായത് നാഷണൽ അവാർഡിന് അയക്കണമെങ്കിൽ ഡിസംബർ 31-ാം തീയതിക്ക് മുമ്പ് ഇത് സെൻസർ ചെയ്യണം. എങ്കിലേ ആ വർഷം അയക്കാൻ പറ്റുള്ളൂ. ഡിസംബർ 30-ന് മുമ്പ് സെൻസർ ചെയ്ത് സെൻസർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ 1992 ഇതിന് അയക്കാൻ പറ്റുള്ളൂ. 93-ലാണ് അവാർഡ് വരിക. അപ്പോൾ ബാസാർ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് പത്മനാഭപുരം പാലസ് എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തൊരു പാലസുണ്ട്, 400 വർഷം പഴക്കമുള്ളതാണ്. അത് കേരള ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരിക്കണം, ഗവൺമെൻറ് പെർമിഷൻ മേടിക്കണം. അത് PRD വകുപ്പ് എന്തൊരു വകുപ്പുണ്ട്, അതെന്നൊക്കെ മേടിച്ച് പുള്ളി പറഞ്ഞ് ഈ ഫുൾ സ്ക്രിപ്റ്റ് ഉള്ളത് കാരണം, ഈ ഒരേ ലൊക്കേഷൻ ആയത് കാരണം ഈ 60 ദിവസമല്ലേ ആകെ ഉള്ളൂ. 10-35 ദിവസം കൊണ്ട് ഷൂട്ടിങ് തീർത്താൽ മാത്രമേ ഇത് ബാക്കി ഡബ്ബിങ്, എഡിറ്റിംഗ്, റീ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ചെയ്ത് തീർത്ത് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പുള്ളിയുടെ സുഹൃത്ത് സിദ്ദിഖ്ലാലിനെ വിളിച്ചു, പുള്ളിയുടെ സുഹൃത്താണല്ലോ സിബിനെ വിളിച്ചു, പ്രിയനെ വിളിച്ചു. സെക്കൻഡ് യൂണിറ്റ് പറഞ്ഞു. ഒക്കെ ഒരാഴ്ച കുറച്ച് ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ അവിടെ തന്നെ വെച്ച് ഷൂട്ട് ചെയ്യാമല്ലോ. ഒരു പാട്ട് പ്രിയനെടുത്തു, ഒരു പാട്ട് സിബി എടുത്തു, മറ്റേ കോമഡി സീൻ ബാത്റൂം സിദ്ദിഖ്ലാൽ എടുക്ക്. അങ്ങനെ പറഞ്ഞ് പുള്ളി തന്നെ കൊടുത്തിട്ട് പാച്ചിക്കയുടെ മനസ്സിൽ എന്തായിരിക്കുന്നത് ഇവർക്കറിയാം. ഗുരുവാണ്, അവരെന്താ ചെയ്യാൻ പോകണമെന്ന് ഇവർക്കറിയാം. അപ്പോൾ പിന്നെ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ, അങ്ങനെ എടുത്തിട്ട് സ്ക്രിപ്റ്റും കൊടുത്തു. പിന്നെ ആർട്ടിസ്റ്റുകൾക്ക് പുള്ളി തന്നെ ഒരു ഇത് പറഞ്ഞു കൊടുക്കും. ആർട്ടിസ്റ്റുകളെല്ലാം അവിടെ തന്നെ ഉണ്ട്, എല്ലാവരും ഒന്നിച്ചൊക്കെ ഡേറ്റ്, ബൾക്ക് ഡേറ്റ്. പിന്നെ നമ്മൾ സ്വർഗത്തിലൊക്കെ ഇങ്ങനെ ഒക്കെ ഹിറ്റ് വരികയല്ലേ. അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകൾക്കായാലും നമ്മുടെ സമയം തന്നാകുമ്പോൾ എല്ലാവരും ഒരു ബഹുമാനം കൂടുതൽ തരുമല്ലോ, അങ്ങനെ നിൽക്കല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്ത് ഞങ്ങൾ 7 ദിവസം ഷൂട്ട് ചെയ്തപ്പോൾ അവിടെ കുറേ ആൾക്കാർ വന്നിട്ട് ഇവിടെ ഷൂട്ട് ചെയ്യാൻ പാടില്ല, ഇത് ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് ബഹളം വെച്ചു. ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തി. ശ്രീപത്മനാഭപുരം ഒരു രക്ഷയില്ല. അപ്പോൾ പിന്നെ ഞാനന്ന് പാച്ചിക്ക് പറഞ്ഞു എങ്ങനെയും പോയിട്ട് എനിക്കിത് പെർമിഷൻ മേടിച്ച് ഷൂട്ടിംഗ് ഒരു ദിവസം മുടങ്ങാൻ പാടില്ല, അപ്പച്ചനുള്ള പണി നോക്കണം. അപ്പോൾ ഞാനന്ന് ലത്തീക്ക എന്ന് പറയുന്ന ലത്തീഫ് എന്ന് പറയുന്ന ആളാണ് എൻ്റെ പ്രൊഡക്ഷൻ മാനേജർ. ഞാൻ ചെയ്ത അയാൾ കഥ ചെയ്യുന്ന സിനിമയുടെ അദ്ദേഹമാണ് പ്രൊഡ്യൂസർ. ഒക്കെ എൻ്റെ ചിലവിൽ ചെയ്യുന്ന സിനിമകളല്ലാണ്ട് അതിന് പൈസയില്ല, ഞാൻ പ്രൊഡ്യൂസറാക്കുന്ന ആൾക്കാരാണ്. അദ്ദേഹത്തിനോട് എനിക്കിഷ്ടമാണ്, അദ്ദേഹത്തിന് ഇഷ്ടം കൊണ്ടാണ് കേട്ടോ, അല്ലാണ്ട് വേറെ അർത്ഥത്തിൽ പറഞ്ഞില്ല. അത് വേറെ രീതി ചിന്തിക്കേണ്ട. കാരണം അവരുടെ പൈസ ഇല്ല, ലത്തേക്ക് ഒരു സിനിമ എടുക്കും, ഞാൻ റെഡി എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിനെയൊക്കെ വിളിച്ച് അങ്ങനെ ചെയ്ത പടമാണത്. അത് കഴിഞ്ഞിട്ട് കിട്ടിയില്ല, അവിടെ തടസ്സം വന്നു. കോതമംഗലത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, കൈനടി ജോസ് എന്ന് പറയുന്ന ജോസിൻ്റെ ഭാര്യയുടെ ആങ്ങള. അവർ കോതമംഗലം തിയേറ്ററൊക്കെ ഉള്ള ആളാണ്. എൻ്റെ സണ്ണി എന്ന് പറയുന്ന ആളാണ്, എൻ്റെ അടുത്ത ഫ്രണ്ടാണ്. അപ്പോൾ സണ്ണിയും ഈ TN ജേക്കബ് സാറും ഒന്നിച്ച് പഠിച്ചതാണ്, അതിലൊക്കെ അവർ. സണ്ണി എന്ത് പറഞ്ഞാലും TN ജേക്കബ് സാർ TN ജേക്കബ് വന്ന് ഈ സിനിമയുടെ മന്ത്രിയാണ്. TM ജേക്കബ് സാർ മരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഷൂട്ടിംഗ് മുടങ്ങാൻ ജോസിനെ വിളിച്ചു പറഞ്ഞു, ജോസ് പറഞ്ഞ സണ്ണിച്ചേട്ടനെ വിളിച്ചു. സണ്ണി പറഞ്ഞു അപ്പച്ചൻ ഇങ്ങോട്ട് പോവാ, അപ്പച്ചൻ ഇവിടെ ജേക്കബിനെ കാണുമെന്ന് പറഞ്ഞു. പുള്ളി ജേക്കബ് എന്നാണ് വിളിക്കുക. അവർ ഒന്നിച്ച് പഠിച്ചവരും കോതമംഗലത്ത് അവർ ഭയങ്കര ഇതാണ്. അപ്പോൾ ഞാനിങ്ങനെ രാവിലെ 8 മണിക്ക് ചെല്ലണം. പുള്ളിയുടെ വീട് പറഞ്ഞു, കാവേരി ഏതൊരു വീട്ടിൽ ചെന്നാൽ മതി. പുള്ളി മന്ത്രിയായിട്ടുണ്ട്, സാംസ്കാരിക വകുപ്പ് സിനിമയുടെ മന്ത്രി. അപ്പോൾ ഞാനിങ്ങനെ പറയും, ഇങ്ങനെ സണ്ണിച്ചേട്ടൻ പറഞ്ഞിട്ട് വരിക. സണ്ണി വന്നിട്ട് സണ്ണി ഇന്നലെ രാത്രി വിളിച്ചിരുന്നു. അയ്യോ പക്ഷേ അത് കൊടുക്കാൻ പറ്റില്ല കേട്ടോ, അത് ഇങ്ങനെയാണ്, നിങ്ങൾ അവിടെ പുരാവസ്തുവാണ്, കൊടുക്കാൻ പാടില്ല എന്ന് നിയമസഭ കൂടി പാസ്സാക്കിയിട്ടിരിക്കുന്നത്. നിങ്ങളവിടെ പോയി ഞാൻ പറയും സാറെ കിട്ടാണ്ട് ഞങ്ങൾക്ക് ഷൂട്ടിങ് മുടങ്ങി പോകും. ഇതാണ് ഒരു കാര്യം ചെയ്യുക, നമുക്കൊരു കാര്യം, അത് ലീഡർ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ ജയപൂർ സാർ എന്നോട് ഭയങ്കര ഇഷ്ടം, അത് പുള്ളി പറഞ്ഞിട്ടായിരിക്കും, എന്നെ കൂട്ടി ഇങ്ങനെ കരുണാകരൻ 10 മണിക്ക് CM
അന്നത്തെ കരാർ മിനിസ്റ്റർ ഇങ്ങനെ വന്ന് പുള്ളിയുടെ CM ഓഫീസിലിരിക്കുമ്പോൾ എന്നെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പുള്ളിയിലെ മന്ത്രി ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചു കൊണ്ടുപോയിട്ട് എന്നെ നിർത്തിക്കൊണ്ട് CM ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ മലഞ്ഞാൽ നോക്കണ്ട. ഞാനത് ഇതുണ്ട് CM ഇത് കോഴിക്കോടുള്ള സ്വർഗ്ഗത്തിലെ അപ്പച്ചൻ എന്ന് പറയും. ആൾ വലിയ സിനിമ നിർമ്മാതാവ്. അവരുടെ ഒരു സിനിമ നമ്മുടെ പലമരാൻ പറഞ്ഞിട്ട് നാട്ടുകാർ തടഞ്ഞിട്ട് ഷൂട്ടിങ് മുടങ്ങിപ്പോയി എന്നൊക്കെ ജേക്കബ് സാർ ഇങ്ങനെ അത് നമുക്കത് തുടങ്ങി. എനിക്ക് അത്ര വേണ്ടപ്പെട്ട ആളാണ് എൻ്റെ അടുത്ത്. എൻ്റെ ലീഡർ അതിങ്ങനെ കൊടുത്ത് അതെങ്ങനെ ജേക്കപ്പേ നമ്മളല്ലേ കൂടി തീരുമാനിച്ചിട്ടിരിക്കുന്നത്, കൊടുക്കാൻ പാടില്ല, ഷൂട്ടിങ് കൊടുക്കാൻ പാടില്ല തീരുമാനിച്ച് പിന്നെ എങ്ങനെ കൊടുക്കുക ജേക്കപ്പേ? അല്ല അത് ലീഡർ പറഞ്ഞാൽ പറ്റില്ല. അതിങ്ങനെ അവർ വേറെ എവിടെയെങ്കിലും പോയിട്ട് ഷൂട്ട് ചെയ്യാൻ പറയൂ, നമ്മുടെ തൃപ്പൂണിത്തുറ പോയി ഷൂട്ട് ചെയ്യാൻ പറയൂ, അവിടെ നമ്മുടെ പാലസാണല്ലോ, അവിടെ കുഴപ്പമില്ലല്ലോ, അവിടെ പോയി ഷൂട്ട് ചെയ്യാൻ പറയൂ അവരോട് എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് തൃപ്പൂണിത്തുറ പാലസ് ഉണ്ട്, അത് ഞാൻ ഇന്ന് തന്നെ നിങ്ങൾ അവിടെ ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടെ ഷൂട്ട് ചെയ്യും. അങ്ങനെ ഞങ്ങൾ അവിടെ നല്ല ഷിഫ്റ്റ് ചെയ്ത് തൃപ്പൂണിത്തുറ പാലസിലാണ് ആ രാഘോ എന്നൊക്കെ വിളിച്ചിങ്ങനെ വരുന്നത്. അവിടെ മറ്റേതൊക്കെ ഇടയ്ക്കവിടെ എടുത്തിട്ട് ഇതൊക്കെ ആദ്യം എടുക്കേണ്ട അവിടെ എടുത്തു, മറ്റേ കുളം എടുത്തു, മറ്റേ കുളിസീൻ എടുത്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പാസാറ് പറഞ്ഞു, അപ്പച്ചൻ എന്ത് പറഞ്ഞാലും പറ്റില്ല, എനിക്ക് പത്മനാഭപുരം പാലസിൽ വേണം ഇതിൻ്റെ ക്ലൈമാക്സ് എടുക്കാൻ, ശോഭനയുടെ ഡാൻസും ക്ലൈമാക്സും അവിടെ എടുത്തേ പറ്റുള്ളൂ. അപ്പച്ചൻ ശ്രീകോപ്പ് സാറിനെ കണ്ടാലും വേണ്ട, എനിക്കത് കിട്ടിയേ പറ്റുള്ളൂ, വേറെ യാതൊരു സാധിച്ചിട്ട് വന്നാൽ മതി, ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, പോകാൻ പറഞ്ഞതിനോട് ലൊക്കേഷൻ നിന്നിട്ട് ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കണം. അങ്ങനെ ഞാൻ പിന്നെ ജേക്കബ് സാറിൻ്റെ അടുത്ത് വീണ്ടും പോയി, സാറേ ജേക്കബ് സാറിൻ്റെ അടുത്ത് കാര്യം സാറേ ഇതിങ്ങനെയാണ് കിട്ടിയേ പറ്റുമെന്ന് ഡയറക്ടർ പറഞ്ഞു. ഞങ്ങൾ ആദ്യം എടുത്തു പോയതിൻ്റെ ബാക്കിയാണ് ക്ലൈമാക്സ് ആണ്. ഞാൻ ലീഡറിനോടൊന്ന് ചോദിക്കട്ടെ എന്നിട്ട് എന്താണ് പറയാമെന്നിട്ട് പുള്ളി ലീഡറിനെ വെച്ച് ലീഡർ എന്തോ പറഞ്ഞാന്ന് എനിക്കറിയത്തില്ല. എന്നോട് ജേക്കബ് സാർ പറഞ്ഞു, അപ്പച്ചൻ നിങ്ങളവിടെ പോയിട്ട് ആ തടയാൻ വന്ന ആൾക്കാർ ഇനിയും വരും, അവർക്ക് നിങ്ങൾ എന്തെങ്കിലും കുറച്ച് കാശ് കൊടുക്കുക, കാശ് കൊടുത്തിട്ട് 7 ദിവസത്തേക്ക് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അവരെ കൂടെ ചേർത്ത് നിർത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ, നിങ്ങൾക്ക് ആ ചിലവ് പോട്ടെ, നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് പോകും, ഒഫീഷ്യലായിട്ട് ഒരു പെർമിഷൻ തരാൻ പറ്റില്ല, നിയമസം കൂടിയിട്ട് ഞങ്ങൾ ഹെൽപ്ലെസ്സാണ്. അപ്പോൾ പോയി ഷൂട്ട് ചെയ്തു. പിന്നെ പരാതി എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പോലീസിൻ്റെ അടുത്തൊക്കെ ഞങ്ങൾ പറയാം, പോലീസുകാരൊന്നും ചെയ്യല. പക്ഷേ നാട്ടുകാരുടെ ശല്യമില്ലാണ്ട് നിങ്ങൾ നോക്കണം, നാട്ടുകാരെങ്ങനെ. അപ്പം ഞങ്ങൾ നാട്ടുകാരൊക്കെ വരുന്നവരെയൊക്കെ വലിയ ഇതൊക്കെ പറിച്ചിട്ട് കുറച്ച് ആൾക്കാർ സ്വീകരണം കൊടുത്ത് അവർക്ക് ഭക്ഷണം കൊടുത്ത് നിങ്ങളില്ലേ പിന്നെ സിനിമയാണ് പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവരെ സമ്മാനിച്ച് പോലീസുകാരൊക്കെ ഉണ്ട്, പോലീസുകാർക്കൊക്കെ നമ്മളെ സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്ത് പുറത്തെ ടെൻഷനുണ്ട്, അകത്ത് ക്ലൈൻസ് ഉണ്ട്, അങ്ങനെ ടെൻഷനൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്തുണ്ടാക്കിയ പടമാണ് മണിച്ചിത്ര. ദൈവം സഹായിച്ച് അതിൻ്റെ ബലം നമുക്ക് കിട്ടി കേട്ടോ. ആ ഒരു സിനിമ നാഷണൽ അവാർഡ് കിട്ടിയ ആ ഒരു സമയത്ത് എന്തായിരുന്നു ഒരു മനസ്സിൽ തോന്നിയത്? നാഷണൽ അവാർഡ് നമ്മളിങ്ങനെ അയച്ചത് മാത്രമേ ഉള്ളൂ. നാഷണൽ അവാർഡ് അയച്ചു. നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞിട്ട് മനോരമ പത്രത്തിൽ നിന്ന് ആൾക്കാർ വിളിക്കുകയാണല്ലോ, എന്നെ വിളിക്കുമ്പോഴാണ് ഞാൻ ഇവരൊക്കെ അറിയണത്. നമ്മൾ അയച്ചിട്ട് നമ്മൾ നാഷണൽ അവാർഡ് അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ള വിവരം നമുക്ക് അറിയത്തില്ലല്ലോ അന്ന്. അതായത് അത് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് കിട്ടി, നമ്മളറിഞ്ഞു പത്രത്തിൽ പേപ്പറൊക്കെ വന്ന് പടമൊക്കെ വന്ന് നമുക്ക് സന്തോഷമായി ഇങ്ങനെ കിട്ടി. നാഷണൽ അവാർഡൊക്കെ പോയി വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എന്നെ ഒരു ദിവസം ഹരിഹരൻ സാറുണ്ടല്ലോ എറണാകുളത്ത് വെച്ച് എന്തോ ഭാഷ കണ്ടു എന്നോട്, നിങ്ങളുടെ പടത്തിന് മണിച്ചിത്ര നാഷണൽ അവാർഡ് കിട്ടിയത് എങ്ങനെയാണെന്നറിയാമോ? അതായത് നാഷണൽ അവാർഡ് ജൂറികളെല്ലാം ഈ സിനിമ കണ്ടിട്ടില്ല, കുറേ സിനിമകളുണ്ടല്ലോ, അവർ കുറച്ച് സിനിമകൾ കാണും, കുറച്ച് സിനിമകൾ കണ്ടിട്ട് അവാർഡ് വെക്കും. അപ്പോൾ അന്ന് ഇദ്ദേഹം ജൂറിയിലുണ്ട്, ജൂറി മെമ്പറായിട്ടുണ്ട്, ഹരിഹരനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ സിനിമ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഇത്രയും പറഞ്ഞു, ജൂറിയിൽ ചെയർമാൻ്റെ അടുത്ത് അപേക്ഷ കൊടുത്തു, നിങ്ങൾ അവാർഡ് ഏത് സിനിമയ്ക്ക് വേണേൽ കൊടുക്കുക, നിങ്ങൾ ഈ കാണാത്ത സിനിമയുടെ ലിസ്റ്റിൽ അത് കേട്ടപ്പുണ്ട്, മലയാളത്തിൽ നിന്ന് വന്ന കാരണം ആരും കേട്ടില്ല, നിങ്ങൾ ആ സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾ അവാർഡ് കൊടുത്തോളൂ, അത് ഞാനത് ഒബ്ജക്റ്റ് ചെയ്തിടുക എന്ന് പറഞ്ഞു. എനിക്കങ്ങനെ റിക്വസ്റ്റ് പറയണമല്ലോ, എന്നിട്ട് നിങ്ങൾ അവാർഡ് കൊടുത്താൽ മതി എന്ന് പുള്ളി സ്ട്രോങ് ആയിട്ട് ചെയർമാൻ്റെ അടുത്ത് കയറി പറഞ്ഞു. അങ്ങനെയാണ് ഈ സിനിമ. അപ്പോൾ ജൂറി കണ്ടു കഴിഞ്ഞപ്പോൾ യുനാനിമസ് ഒപ്പീനിയനാണ്, ആർക്കും തർക്കമില്ല, പ്രഖ്യാപിച്ചു. അപ്പോൾ സത്യത്തിൽ അരൻ സാറിനോട് എനിക്ക് അന്നും ഇന്നും നന്ദിയുണ്ട്. സാറിൻ്റെ മുമ്പ് ഞാൻ നമസ്കരിച്ചു, സാർ അതാണ്. അപ്പം പുള്ളിയുടെ ഒരു വിശാല മനസ്സാണ്, പുള്ളിക്ക് വേണമെങ്കിൽ അത് പറയാണ്ടിരിക്കാം. പുള്ളിയോട് ഞാനിതിന് അവാർഡ് കൊടുക്കണമെന്നല്ല പക്ഷേ പറഞ്ഞു, സിനിമ കണ്ടിട്ട് നിങ്ങൾ അവാർഡ് പ്രഖ്യാപിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മലയാളത്തിൻ്റെ റെപ്രസെൻ്റ് ഇരിക്കുമ്പോൾ ഒരു സിനിമ കാണാതെ മൂലക്കിട്ട് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ കിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കണ്ടു, യുനാനിമസ് സിനിമ കൊടുക്കാൻ. ശോഭന ഒരുപാട് സിനിമകൾ ചെയ്തിട്ടും നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ളത് മണിച്ചിത്രത്താഴിനാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ താങ്കൾ ഒരുപാട് ഹിറ്റുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഈ തരത്തിലൊരു പുരസ്കാരം താങ്കൾക്കും ഏറ്റവും നിർവൃതി തന്ന ഒരു സിനിമയായിരിക്കും അല്ലേ മണിച്ചിത്ര? അതെ, എനിക്ക് നാഷണൽ അവാർഡ്, ശോഭനയ്ക്ക് ഗംഗയുടെ കാരണം, ഫാസിൽ സാറിന് മോസ്റ്റ് പോപ്പുലർ സിനിമ ഇൻ ഇന്ത്യ 1993 വിജ്ഞാൻ ഭവനിൽ അനൗൺസ് ചെയ്യല്ലേ, അത് ഞാൻ പറയല്ലേ, ബിയോണ്ട് അവർ കൺട്രോൾ. നമ്മളങ്ങനെ വിചാരിച്ചോ? അങ്ങനെ വിചാരിക്കില്ലല്ലോ. യാദൃച്ഛികമായിട്ട് ഇങ്ങനെ സംഭവിച്ചു പോകുന്ന കാര്യങ്ങൾ, അതിനൊക്കെയാണ് നമ്മൾ ദൈവാധീനം എന്നൊക്കെ പറയുന്നത്. ദൈവാധീനം എന്നൊക്കെ എന്നല്ല, അതാണ് ദൈവാധീനം. പ്രശസ്ത സിനിമാ നിർമ്മാതാവായ സ്വർഗചിത്ര അപ്പച്ചൻ ഫഹദ് റാസയുമായി തന്റെ സിനിമാ വിശേഷങ്ങൾ പങ്കുവച്ചതിന്റെ 2ാം ഭാഗമാണ് നിങ്ങൾ കേട്ടത്. തുടർന്നുള്ള ഭാഗം അടുത്ത ഞായറാഴ്ച കയ്യൊപ്പിൽ. കയ്യൊപ്പ്.